ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രഹസ്യ ശിഷ്യൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം അതിന്റെ 38 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ അരിമത്യയിലെ യോസേഫ്, നിക്കോദോമോസ് ആയ യേശുവിന്റെ രഹസ്യ ശിഷ്യന്മാർ. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞുകെട്ടി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. 1. അരിമത്യയിലെ യോസേഫ് യേശുവിന്റെ രഹസ്യ ശിഷ്യൻ. രഹസ്യമായി യേശുവിന്റെ ബോധനകളെ കേൾക്കുന്നതും അതുപോലെ ജീവിച്ച ജീവിതവും കൂടാതെ എല്ലാ പ്രവർത്തികൾക്കും വെളിപ്രകാരമായി ഒരു ഫലം ഇവർക്ക് കൊടുത്തു. മത്തായി എഴുതിയ സുവിശേഷം 6:6 രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് നിനക്ക് വെളിപ്രകാരമായി നിനക്ക് പ്രതിഫലം തരും എന്നെഴുതിയിട്ടുണ്ട്. ഈ വചനത്തിൻ പ്രകാരം ഇവർ രഹസ്യ ജീവിതം യേശുവോടുകൂടെ ആയതുകൊണ്ട് വെളിപ്രകാരമായി യേശുവിനെ അടക്കം ചെയ്യുവാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിച്ചു. റോമർ 2:16 ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യർ നോക്കുമ്പോൾ താൻ ശരിയായി ജീവിക്കുന്നത് പോലെ കാട്ടിയിട്ട് ദൈവം നോക്കുമ്പോൾ രഹസ്യത്തിൽ ശരിയില്ലാത്ത ജീവിതം അത് വെളിപ്രകാരമായ ഒരു ന്യായവിധിയെ കൊണ്ടുവരുന്നു. ദൈവത്തിനു മുമ്പായും മനുഷ്യന് മുമ്പായും എന്ന് ദാനിയേൽ 6:22 എഴുതപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരുടെ കണ്ണിലില്ലാതെ ദൈവത്തിന്റെ കൺമുമ്പിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും വെളിപ്രകാരമായ ഫലമുണ്ട്. യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്ന യോസേഫും നിക്കോദോമോസും ആ ഫലം പ്രാപിച്ചു കഴിഞ്ഞു. 2. അരിമത്യക്കാരനായിരുന്ന യോസേഫ് നല്ലവനും നീതിമാനുമായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം അതിന്റെ 50 ഇവൻ നല്ലവനും നീതിമാനുമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് നല്ലവൻ എന്നത് സത്യം, പക്ഷെ അവൻ നീതിമാൻ എന്ന സ്ഥാനത്തിലില്ല. ഇയ്യോബ് 40:8 നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ, നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ എന്ന് ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നു. എന്തായാലും ഇയ്യോബ് നീതിമാനല്ല. ഇയ്യോബ് 32:1 ഇയ്യോബ് തന്റെ കണ്ണിൽ അവൻ നീതിമാനായിരുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അവൻ ദൈവത്തിന്റെ നോട്ടത്തിൽ അവൻ നീതിമാനല്ല. ഇതിനെ ഉണർന്ന സ്ഥാനത്തിൽ ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തു പറയേണ്ടു, ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു എന്ന സ്ഥാനത്തിൽ ഇയ്യോബിന്റെ സ്ഥിതിയെ ദൈവം മാറ്റി. ഇവിടെ അരിമത്യക്കാരനായ യോസേഫ് നല്ലവനും നീതിമാനും എന്ന സ്ഥാനത്തിൽ അവൻ ഇരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ അരിമത്യക്കാരനായ യോസേഫ് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതിനാൽ ആ നീതി അവന് ലഭിക്കുന്നു. നിയമപ്രകാരം യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആണ് ഈ നീതിയെ പുതിയ നിയമസഭ പ്രാപിക്കേണ്ടത്. റോമർ 10:3-4 വചനങ്ങളിൽ അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്നെഴുതിയിരിക്കുന്നു. ഫിലിപ്പർ 3:9 ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു എന്ന് പൗലോസ് പറയുന്നു. എന്തായാലും അരിമത്യക്കാരനായ യോസേഫ് നല്ലവനും നീതിമാനുമായിരുന്നു. 3. അരിമത്യക്കാരനായ യോസേഫ് ദൈവത്തിന്റെ രാജ്യം വരുന്നതുവരെ കാത്തിരിക്കുന്നവൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 15:43 ഇവൻ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ അരിമത്യയിലെ യോസേഫ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ദൈവരാജ്യം സമീപമായിരിക്കുന്നു. യേശു ബോധിക്കുന്ന ദൈവരാജ്യം പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ കാട്ടും. അപ്പോസ്തലപ്രവൃത്തികൾ 1:4 നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 120 പേർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ദൈവരാജ്യം എന്നത് നിത്യമായ സ്വർഗരാജ്യത്തെ കാട്ടുന്നു. അതിനെ പ്രാപിക്കാൻ നാം കാത്തിരിക്കണം. അരിമത്യക്കാരനായ യോസേഫും ദൈവരാജ്യത്തിനായി കാത്തിരിക്കുന്നതായി എഴുതപ്പെട്ടിരിക്കുന്നു. എബ്രയർ 10:36 ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം എന്ന് എഴുതിയിരിക്കുന്നു. സഹിഷ്ണുത എന്നത് കാത്തിരിക്കുന്നതിനെ കാട്ടും. ദാവീദ് ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു എന്ന് സങ്കീർത്തനം 40:1 പറയുന്നു. എന്തായാലും അവരുടെ രാജ്യം വരാൻ നാം കാത്തിരിക്കണം. 4. അരിമത്യക്കാരനായ യോസേഫ് ബഹുമാനമുള്ള ആലോചനക്കാരൻ.
മാർക്കോസ് 15:43 ഇവർ ബഹുമാനമുള്ള ആലോചനക്കാരൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5:34 നിന്ന് തുടർന്നുള്ള വചനങ്ങളിൽ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് യഹൂദന്മാർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാം. അരിമത്യക്കാരനായ യോസേഫും ഇങ്ങനെ ബഹുമാനമുള്ള ആലോചനക്കാരനായിരുന്നു. 73-ാം സങ്കീർത്തനം 24-ാം വചനത്തിൽ നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുമെന്ന് പറയുന്നു. ദൈവത്തിന്റെ ആലോചനയെ ഈ ബഹുമാനമുള്ള ആലോചനക്കാരൻ ദൈവജനത്തിന് പറയുന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായ സ്വന്തം ആലോചന, മനുഷ്യരുടെ ആലോചന, പിശാചിന്റെ ആലോചനയെ നാം തകർക്കണം. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രയെന്ന് സദൃശ്യവാക്യം 14:12 എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് സ്വന്തം ആലോചന. 1 രാജാക്കൾ 21:25 എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഈസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. ഇത് മനുഷ്യരുടെ ആലോചന. 1 ദിനവൃത്താന്തം 21:1 അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റു, ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് സാത്താന്റെ ആലോചന. അതുകൊണ്ട് സ്വന്തം ആലോചന, മനുഷ്യരുടെ ആലോചന, സാത്താന്റെ ആലോചനകളെ തകർത്ത് ദൈവ ആലോചനയിൽ നമുക്ക് നടക്കാം. 5 അരിമത്യക്കാരനായ യോസേഫ് യഹൂദന്മാരുടെ ആലോചനയിലും പ്രവൃത്തിയിലും അനുകൂലമല്ലാത്തവനായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:51 അവൻ അവരുടെ ആലോചനകൾക്കും പ്രവൃത്തികൾക്കും അനുകൂലമല്ലായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. യഹൂദന്മാർ ക്രിസ്തുവിന് വിരോധമായി പ്രവർത്തിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആലോചനയ്ക്കും പ്രവൃത്തികൾക്കും അവൻ അനുകൂലമായിരുന്നില്ല. യോഹന്നാൻ 7:50-51 വചനങ്ങളിൽ അവനിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദെമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ രഹസ്യ ശിഷ്യനായ നിക്കോദെമോസ് യഹൂദന്മാരുടെ പ്രവൃത്തിക്കും ആലോചനകൾക്കും അനുകൂലമായിരുന്നില്ല. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ സൗഖ്യം വന്ന പിറവി കുരുടൻ യഹൂദന്മാരുടെ ആലോചനകൾക്കും പ്രവൃത്തികൾക്കും വിരോധമായി നിന്നു. എന്തായാലും അരിമത്യക്കാരനായ യോസേഫ് യഹൂദന്മാരുടെ ആലോചനകൾക്കും പ്രവൃത്തികൾക്കും അനുകൂലമല്ലാത്തവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. 6 അരിമത്യക്കാരനായ യോസേഫ് ഐശ്വര്യവാനായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27:57 ഇവൻ ഐശ്വര്യവാൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് സങ്കീർത്തനം 16:2-3 വചനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഐശ്വര്യവാനെ നമുക്ക് പാതാളത്തിൽ കാണുന്നു. ഐശ്വര്യവാൻ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. അരിമത്യക്കാരനായ യോസേഫ് ഐശ്വര്യവാനായിരുന്നു. യേശുവിനെ അടക്കം ചെയ്തു. 7 അരിമത്യ ദേശക്കാരൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 51 ഇവൻ യഹൂദന്മാരുടെ പട്ടണത്തിൽ ഒന്നായ അരിമത്യ ദേശക്കാരൻ. ബെത്ലഹേം യഹൂദയിൽ ആയിരങ്ങൾക്കുള്ളിൽ ചെറുതാണെങ്കിലും മഹാരാജാവ് അതിൽ പിറന്നതുകൊണ്ട് അത് പ്രബലമായി. രൂത്ത് 4:11 എഫ്രാത്തയിൽ നീ പ്രബലനും ബെത്ലഹേമിൽ വിശ്രുതനുമായിരിക്ക എന്ന് കാണുന്നു. ഈ യോസേഫ് നല്ലവനും നീതിമാനായും ദൈവരാജ്യം വരാൻ കാത്തിരുന്ന സ്ഥാനത്തിലും ബഹുമാനമുള്ള ആലോചനക്കാരനും യഹൂദന്മാരുടെ ആലോചനയ്ക്കും പ്രവൃത്തികൾക്കും അനുകൂലമല്ലാത്തവനായും ഐശ്വര്യവാനായും ഇരുന്ന മേന്മകളെ അരിമത്യ എന്ന ദേശത്തിന് മേന്മയെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് രഹസ്യമായി ജീവിച്ച ഇവൻ വെളിപ്രകാരമായ ഫലനെ പ്രാപിക്കുന്നു. നമ്മുടെ രഹസ്യമായ ജീവിതം വെളിപ്രകാരമായ ഫലനെ നമുക്ക് തരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.